PFIക്ക് അൽ ഖ്വയ്ദ IS ലഷ്കർ ബന്ധം. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച NIA ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ട് ആസൂത്രണങ്ങൾ നടത്തി രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ലക്ഷ്യമെന്നും NIA മുസ്ലിം ചെറുപ്പക്കാരെ മതഭീകരതയുടെ ഭാഗമാക്കാൻ PFI ശ്രമിച്ചു. ലോക ഭീകര സംഘടനകളുടെ പതിപ്പാണ് PFI എന്നും NIA PFI ഭീകരരുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനായി നൽകിയ റിപ്പോർട്ടിലാണ് കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. കാരണം ഇത്രത്തോളം വലിയ ഗൂഢാലോചന PFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി, അല്ലെങ്കിൽ ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ട് ആസൂത്രണങ്ങൾ ഉണ്ടാക്കുക, രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ലക്ഷ്യമെന്നറിയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ, അല്ലേ? തീർച്ചയായും ദേവിക, ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ നൽകിയിട്ടുള്ള, കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ 2022 സെപ്റ്റംബറിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരവാദ ഗ്രൂപ്പിനെ നിരോധിച്ചതിന് ശേഷം മുതൽ വിശദമായ ഒരു അന്വേഷണത്തിലായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അനുബന്ധമായി ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുകയും ചെയ്തു. ഈ അന്വേഷണത്തിലാണ് സുപ്രധാനമായ ഈ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ഏറ്റവും നിർണായകമായി ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്ന ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മതഭീകരവാദ ഗ്രൂപ്പുകൾ, ഭീകരവാദ സംഘടനകൾ എത്രമാത്രം കേരളത്തിൽ സ്വാധീനമുറപ്പിക്കുന്നു, അതിൻ്റെ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ വേരുകൾ എത്രമാത്രം ആഴ്ന്നിറങ്ങുന്നു എന്നതിന് ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് കൂടുതൽ ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദ ഗ്രൂപ്പ് നടത്തിയിരുന്നു എന്നതാണ് അതിൽ സുപ്രധാനമായുള്ളത്. രക്തരൂക്ഷിത കലാപങ്ങൾക്കായിരുന്നു ഈ ഗ്രൂപ്പുകൾ ശ്രമിച്ചിരുന്നത്. എങ്ങനെയാണോ അൽ ഖ്വയ്ദയും ഒപ്പം തന്നെ അതുപോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകളും ഉൾപ്പെട്ടിരുന്നത്, സമാനമായ രീതിയിൽ പ്രവർത്തിക്കുക എന്നതായിരുന്നു പ്രധാനമായും PFIയും ലക്ഷ്യമിട്ടിരുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെ അൽ ഖ്വയ്ദയെ പോലെ ഉള്ള ഗ്രൂപ്പായി മാറുക എന്നതായിരുന്നു. അത് മാത്രമല്ല, ഈ സംഘടനകളുമായി, ഈ ലോക ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം അല്ലെങ്കിൽ ആശയവിനിമയങ്ങൾ നടത്താനും ഇതിലെ പല അംഗങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട് എന്നും ദേശീയ അന്വേഷണ ഏജൻസി നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ലോക ഭീകര സംഘടനകളുടെ ഒരു പതിപ്പാണ്, അതായത് ഈ അൽ ഖ്വയ്ദയുമായും ഇസ്ലാമിക് സ്റ്റേറ്റുമായുമുള്ള ബന്ധത്തിൻ്റെ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടിൽ നിർണായകമായ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ലോക ഭീകര സംഘടനകളുടെ ഒരു പതിപ്പായി ഇത് അന്വേഷണ PFI മാറിയിരിക്കുന്നു എന്ന് NIA ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ റിപ്പോർട്ടിലെ വിവരങ്ങളെല്ലാം വന്നിരിക്കുന്നത് PFIയുടെ സ്വത്തുവകകൾ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, മതഭീകര നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി അപേക്ഷ നൽകിയിരുന്നു. അത്തരത്തിൽ നൽകിയിരിക്കുന്ന അപേക്ഷയും അനുബന്ധമായ റിപ്പോർട്ടിലാണ് എങ്ങനെയാണ് മതഭീകരവാദ ഗ്രൂപ്പ് സംസ്ഥാനത്ത് വേരൂന്നിയിരിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാമാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, പിന്നീട് 30ഓളം ഭീകരവാദി നേതാക്കളുടെ സ്വത്തുവകകളും വാഹനങ്ങളും കണ്ടുകെട്ടിക്കൊണ്ട് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി പുറത്തുവിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവിൽ കൂടി NIAയുടെ ഈ പരാമർശങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് NIA കണ്ടെത്തിയത് നിർണായകമായ വിവരങ്ങളാണ്. നേരത്തെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി സുപ്രധാനമായ കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, പല ഭാഗങ്ങളിലും സായുധ കലാപങ്ങൾക്ക്, സായുധ ആക്രമണങ്ങൾക്ക് ഭീകരവാദ ഗ്രൂപ്പുകൾ ശ്രമിച്ചിരുന്നു. അത്തരത്തിൽ ആയിരുന്നു പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് നടന്നത്. അത്തരത്തിലാണ് ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്തുക, പിന്നീട് അതൊരു രക്തരൂക്ഷിത കലാപങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരുന്നു PFI ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെയാണ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലേക്ക് അത്തരം സംഭവങ്ങൾ എത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിശദമായ അന്വേഷണത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ലഭിക്കുന്നത്. വിവിധ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നു PFIക്ക് വേണ്ടി ആയുധ പരിശീലനം നൽകുന്നതിന് വേണ്ടി. അത് താഴേക്കിടയിൽ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം മുതൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു ഗ്രൂപ്പായിരുന്നു ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നത്. അതിനുവേണ്ടി ഓരോ ഭാഗങ്ങളിലും പ്രത്യേകമായി 5 പേർ മുതൽ 10 പേർ വരെ ഉൾപ്പെട്ട സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഈ സംഘങ്ങൾക്ക് ആയുധ പരിശീലനങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രത്യേക ടീമുകളെ സജ്ജമാക്കിയിരുന്നു. ആ ടീമുകൾ, അങ്ങനെ പ്രത്യേകമായി സജ്ജമാക്കിയ ടീമുകളായിരുന്നു ആയുധ പരിശീലനം നൽകിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പല കേന്ദ്രങ്ങളിലായി ഇത്തരത്തിലുള്ള ആയുധ പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ട്.
വിവിധ ആയോധന കലകളിൽ അല്ലെങ്കിൽ അത്തരം ആയോധന കലകൾ പരിശീലിച്ചിട്ടുള്ള ആളുകളായിരുന്നു മറ്റുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ പരിശീലനം നൽകിയത്. വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുക, കൊലപാതകം നടത്തുക എന്നീ കാര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകിയിരുന്നത് എന്ന വിവരം കൂടി ദേശീയ അന്വേഷണ ഏജൻസി കലൂരിലെ പ്രത്യേക NIA കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടും അത് കോടതിയെ അറിയിച്ചുകൊണ്ടും തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകുന്നത്. കാരണം കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിലും ഏതാണ്ട് 24ഓളം പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം NIA അവസാനിപ്പിച്ചിരുന്നില്ല. തുടരന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി NIA നടത്തിയിരുന്നത്. അങ്ങനെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള വിവരശേഖരണത്തിലും അന്വേഷണത്തിലും മൊഴികളിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും അന്വേഷണ സംഘത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായി മാറുന്നതും ഏറ്റവും നിർണായകമായി മാറുന്നത് ലോക ഭീകര സംഘടനകൾക്ക് സമാനമായി ഇവിടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു, സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു എന്ന വിവരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ടിനെ ഗൗരവത്തോടെയാണ് കോടതിയും കാണുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് 30ലധികം ആളുകളുടെ സ്വത്തുവകകൾ മരവിപ്പിക്കുകയും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തി മരവിപ്പിക്കുകയും വാഹനങ്ങളടക്കം പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു നടപടിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി അതിന് അനുമതി നൽകിയതും NIA അത്തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എവിടെയെല്ലാമാണ് ഈ ഹിറ്റ് ലിസ്റ്റ് ആരുടെയെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് PFI മതഭീകരവാദ ഗ്രൂപ്പുകൾ എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഏതെല്ലാം ആളുകളുടെ പേരുകളാണ് ആ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം NIA അന്വേഷണത്തിൽ വ്യക്തമായ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാലക്കാട് A. ശ്രീനിവാസൻ കൊലപാതകം നടത്തുന്ന സമയത്ത് തന്നെ 10ഓളം പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു ഭീകരവാദികൾ, PFI ഭീകരവാദികൾ. ആ 10ഓളം പേരുടെ ഹിറ്റ് ലിസ്റ്റിൽ 1, 2, 3 എന്നിങ്ങനെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യം വകവരുത്തേണ്ടവരുടെ കൃത്യമായ ഒരു കണക്ക് അവർ ഇതുമായി ബന്ധപ്പെട്ട് ആയുധ പരിശീലനം നേടിയ ഗ്രൂപ്പുകൾക്ക് പ്രത്യേകമായി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഈ കൃത്യം തയ്യാറാക്കിയിരുന്നത്. ഇതിൽ മുന്നിലുണ്ടായിരുന്ന പല നേതാക്കളും, പല ഹൈന്ദവ നേതാക്കളും ആ സമയത്ത് ഈ ആക്രമണ പദ്ധതിയുടെ പരിധിയിൽ അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു പരിധിയിലായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങളിലേക്ക് കടക്കാതിരുന്നത്. എന്നാൽ അവിടെ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് A. ശ്രീനിവാസനായിരുന്നു. അങ്ങനെയാണ് A. ശ്രീനിവാസന്റെ കൊലപാതകത്തിലേക്ക് മതഭീകരവാദ ഗ്രൂപ്പുകൾ എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ 2 കേസുകളും ഒരുമിച്ചായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിയിരുന്നത്. അതിൽ ഒന്ന് A. ശ്രീനിവാസൻ വധക്കേസ്, മറ്റൊന്ന് നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ, ആസൂത്രണങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ, അനുബന്ധമായി നടത്തിയിട്ടുള്ള കൃത്യങ്ങൾ, കൊലപാതകമടക്കമുള്ള കാര്യങ്ങൾ, വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കുള്ള പദ്ധതികൾ എന്നിവ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 2 കേസുകളും ഒരുമിച്ച് ദേശീയ അന്വേഷണ ഏജൻസി ഒരുമിച്ച് ഒറ്റ കേസായി അന്വേഷിക്കുകയായിരുന്നു. ആ അന്വേഷണത്തിലാണ് സുപ്രധാനമായ വിവരങ്ങൾ പുറത്തു വരികയും സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും വാഹനങ്ങൾ കണ്ടുകെട്ടുകയും എല്ലാം ചെയ്ത നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കടക്കുന്നത്. മാത്രമല്ല ഈ 5 വർഷത്തേക്കുള്ള നിരോധന കാലയളവ് പൂർത്തിയാകുന്ന അതിനനുസരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി ദേശീയ അന്വേഷണ ഏജൻസി കാണുന്നുണ്ട്. ഭീകരവാദ നേതാക്കൾ നിലവിൽ അറസ്റ്റിലായ നേതാക്കൾക്കും അപ്പുറം പ്രാദേശിക തലത്തിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന പല നേതാക്കളും സജീവമാണ് എന്നതിൻ്റെ ചില വിവരങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും NIA കടന്നു പോകുന്നത്. അവിടെയാണ് ഈ അൽ-ഖ്വയ്ദ, IS സമാനമായ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു എന്ന് പറയുമ്പോൾ എവിടെയെല്ലാമാണ് അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണങ്ങളിൽ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല ഇതിന് കൂടെ പ്രവർത്തിച്ചിരുന്ന കണ്ണികളിൽ ആയുധ പരിശീലകരായി ഏതാനും പേരെ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുമപ്പുറം ഓരോ പ്രാദേശിക തലത്തിലും ആയുധ പരിശീലകരുണ്ടായിരുന്നു. അവരിലേക്ക് എത്തുന്ന അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ദേശീയ സംസ്ഥാനത്തെ PFI കേന്ദ്രങ്ങളിൽ NIAയുടെ റെയ്ഡ് ഉണ്ടായപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് PFIയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇത്തരം നിലപാട് സർക്കാർ ആവർത്തിക്കുമ്പോൾ കേരളത്തിൽ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ സംരക്ഷണം ലഭിക്കുമെന്ന അടിയുറച്ച വിശ്വാസം
തന്നെയാണ് PFIയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അറിയേണ്ടത് ആരെയൊക്കെയാണ് ഈ PFI ലക്ഷ്യം വെച്ചത്, ഇതിന് പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന വിവരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. അത് കൃത്യമായ അന്വേഷണത്തിലൂടെ തന്നെ പുറത്തു വരുമെന്നുള്ള കാര്യം NIAയുടെ ഭാഗത്ത് നിന്നായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.